പിന്നീടുള്ള ദിവസങ്ങളിൽ മാണിക്യമംഗലത്ത് ശിവയ്ക്കുണ്ടായ മാറ്റമാണ് എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞ്. ചിരിയോടെ സന്തോഷത്തോടെ നടന്നിരുന്നവൾ വല്ലാതെ അങ്ങ് ഉൾവലിഞ്ഞുപോയി. വാമയ്ക്കൊപ്പം അവരുടെ മുറിയിലാണ് ശിവ ഇപ്പോൾ കൂടുതൽ നേരവും. മുത്തശ്ശി ഒന്നും അറിയാതിരിക്കാൻ അവർ കിടക്കാൻ പോകും വരെ വൈഭവന്റെ മുറിയിലിരുന്നിട്ട് നേരെ വാമികയുടെ അടുത്തേക്ക് പോകും. ദിവസത്തിന്റെ മുഴുവൻ സമയവും അമ്മയുടെ സാരത്തുമ്പിൽ നടക്കുന്ന കുഞ്ഞിനെ പോലെ അവരുടെ തടഞ്ഞ് തന്നെ നിന്നു ശിവ. ബാക്കി സമയമെല്ലാം വീട്ടിലേക്ക് വിളിച്ച് അച്ഛനോടും ചിത്തുവിനോടും സംസാരിക്കും. അപ്പുവിനോട് ദേഷ്യമൊന്നും കാണിക്കാൻ ശിവയ്ക്കാവില്ലെങ്കിലും അവളിൽ നിന്ന് ഒരകൽച്ച അവൾ പാലിച്ചു. സിദ്ധു പറഞ്ഞു കാര്യം അറിയാവുന്നതുകൊണ്ട് വിഷമമുണ്ടെങ്കിലും അപ്പുവും അവൾക്കൊപ്പം നടന്നു. ആ വീട്ടിൽ നിൽക്കുന്ന സമയം മുഴുവൻ അവളെ വല്ലാതെ വീർപ്പ് മുട്ടിച്ചു. മുഖ്യമായും അനിരുദ്ധന്റെ സാന്നിധ്യം. സഹോദരനെ പോലെ കണ്ടവന്റെ തനിനിറം അറിഞ്ഞപ്പോൾ മുതൽ ഉള്ളിലെരിഞ്ഞ ദേഷ്യവും വിഷവും ചെറുതായിരുന്നില്ല. അവന്റെ കൺവട്ടത്ത് പോകാൻ പോലും അവൾ ആഗ്രഹിച്ചിരുന്നില്ല. മുന്നിലെങ്ങാനും പോയാൽ പരിസരം മറന്ന് എന്തെങ്കിലും പറഞ്ഞു പോകും അവൾ. ശിവയുടെ അസാന്നിധ്യം ആ വീട്ടിൽ ഉള്ളവരെക്കാൾ ഏറ്റവും വലുതായി ബാധിച്ചത് വൈഭവിനെ ആയിരുന്നു. രാവിലെ തന്നെ ബാൽക്കണിയിൽ നിന്ന് ഡമ്പൽ ഉപയോഗിച്ച് പുഷപ്പ് ചെയ്യുകയായിരുന്നു വൈഭവ്. അവന്റെ നെറ്റിയിൽ പൊടിഞ്ഞ വിയർപ്പ് തുള്ളികൾ നിലത്തേക്ക് വീണു ചിന്നിച്ചിതറി. വർക്കൗട്ട് ചെയ്യുന്നതിനിടയിലും അവന്റെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് അടഞ്ഞുകിടക്കുന്ന ബാത്റൂമിന്റെ ഡോറിലേക്ക് നീങ്ങുന്നുണ്ടായിരുന്നു. ശിവ കുളിക്കുകയാണ് അകത്ത്. 2 ദിവസമായി അപ്പമ്മയ്ക്കൊപ്പം കിടന്നിട്ട്. രാവിലെ തന്നെ എഴുന്നേറ്റ് ഇവിടെ മുറിയിലേക്ക് എത്തും. പിന്നെ കുളിയെല്ലാം കഴിഞ്ഞ് ഫ്രഷായി വീണ്ടും താഴേക്ക് പോകും. താൻ എന്നൊരാൾ ഇവിടെ ഈ മുറിയിൽ നിൽക്കുന്നതിന്റെ യാതൊരു ഭാവവുമില്ല. അപ്പമ്മയ്ക്കൊപ്പം അടുക്കള വിട്ട് അവളെ പുറത്തേക്ക് കാണില്ല. അവളോടൊന്ന് സംസാരിക്കണമെന്നുണ്ട്. ഇവിടെ തെറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ ഏട്ടനാണ്. സോ ഒരു എക്സ്പ്ലനേഷൻ വേണം. അതിന് മുന്നിലൊന്ന് വന്നാലല്ലേ ഒരു വാക്കെങ്കിലും മിണ്ടാൻ പറ്റൂ. കഴിഞ്ഞ ദിവസം രണ്ടും കൽപ്പിച്ച് കതക് ലോക്ക് ചെയ്ത് കിടന്നു. അങ്ങനെ പറ്റില്ലല്ലോ. ഒന്നും മുത്തശ്ശി അറിയാതിരിക്കാൻ അവളെ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് വെളുപ്പിനെ അപ്പമ്മയ്ക്ക് അരികിൽ നിന്നെത്തിയാൽ എന്തായാലും വിളിക്കും എന്നോർത്തു. എന്നാൽ ആലോചിച്ചു കൂട്ടിയതിന് വിപരീതമായി അന്ന് അടഞ്ഞു കിടന്ന ഡോറിൽ അവൾ തട്ടിയില്ല. കുറേ നേരം കാത്തിരുന്നു അവൾക്ക് വേണ്ടി. ഒടുവിൽ നേരം ഒരുപാടായപ്പോൾ സഹികെട്ട് ഡോർ ചെന്ന് തുറന്നതും കണ്ടത് മുറിക്ക് പുറത്ത് ഡോറിന്റെ ചുവട്ടിൽ ഇരിക്കുന്നവളെയാണ്. അന്ന് മുതുകിനിട്ട മുത്തശ്ശിയുടെ വക ഒരടിയാ കിട്ടിയ. ഞാൻ അവളുമായി വഴക്കിട്ട് രാത്രിയിൽ അവളെ ഞാൻ മുറിയിൽ നിന്ന് ഇറക്കി വിട്ടെന്ന് അവൾ മുത്തശ്ശിയോട് പറഞ്ഞു. യാതൊരു മുഖഭേദവുമില്ലാതെ മുത്തശ്ശിയോട് കരഞ്ഞു കള്ളം പറയുന്നവളെ കണ്ടപ്പോൾ ദേഷ്യത്തിനുപരി അതിശയമാണ് തോന്നിയത്. അതേ പിന്നെ ഡോർ ലോക്ക് ചെയ്തില്ല. ഓരോ ദിവസം കഴിയുന്തോറും എനിക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്തതുപോലെ മാറുകയാണ് ശിവാമി സേതുമാധവൻ. അത്രയും ഓർത്തുകൊണ്ട് സ്പീഡിൽ പുഷപ്പ് എടുക്കുമ്പോഴാണ് ബാത്റൂം ഡോർ തുറക്കുന്ന സൗണ്ട് കേട്ടത്. അടുത്ത നിമിഷം വൈഭവിന്റെ കണ്ണുകൾ അങ്ങോട്ടേക്ക് പാഞ്ഞു. കുളി കഴിഞ്ഞ് തലയും തോർത്തി ഇറങ്ങി വരുവാണ് പെണ്ണ്. ഉടുത്തിരിക്കുന്ന ധാവണി ഷാൾ ഞൊറിഞ്ഞെടുക്കാതെ ഒറ്റ പീട്ടിൽ തോളിലേക്ക് ഇട്ടിരിക്കുകയാണ്. കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്ന് തലമുടി ഒരു സൈഡിലേക്ക് ഇട്ട് തല തോർത്തുവാൻ തുടങ്ങി. വൈഭവിന്റെ കണ്ണുകൾ അനിയന്ത്രിതമായി അവളിലൂടെ ഓടി നടന്നു. മുടി കോതിക്കഴിഞ്ഞതും ടേബിളിന്റെ പുറത്തിരിക്കുന്ന കുങ്കുമച്ചപ്പ് അവൾ കണ്ടേ. ഒരു നിമിഷം ശിവ അതിലേക്ക് നോക്കി. ബാൽക്കണിയിൽ നിന്ന് അകത്തേക്ക് കണ്ണുനട്ട വൈഭവിന്റെ മിഴികളും ഒന്ന് പിടച്ചു. അവൾ ആ കുങ്കുമച്ചപ്പ് കയ്യിലെടുത്തിട്ട് അതിനെയും അവളുടെ നെറ്റിയിലെ ഒഴിഞ്ഞ സീമന്തരയെയും ഒന്നുകൂടെ നോക്കി. പിന്നെ ഏതോ ഓർമ്മയുടെ ദേഷ്യത്തിൽ ആ ചെപ്പ് മേശപ്പുറത്തേക്ക് തിരികെ ആഞ്ഞു വെച്ചു അരിശത്തോടെ. അത് കാണെ വിയർത്തു നിൽക്കുന്ന വൈഭവന്റെ മുഖത്ത് ദേഷ്യം പൊടിഞ്ഞു. അവൾ ആ കുങ്കുമം തൊടുമെന്ന് അവൻ ആഗ്രഹിച്ചു പോയി. അതെന്തിനെന്ന് അവന് ഉത്തരമില്ല. മുടി കോതിയൊന്ന് ഒതുക്കിയതും ധാവണി ഷോൾ പിടിച്ച് നേരെ ഇട്ടിട്ട് ശിവ വേഗം മുറി വിട്ട് പുറത്തേക്ക് ഇറങ്ങി. സാധാരണ പോലെയായിരുന്നേ ഇപ്പോൾ തനിക്കുള്ള കോഫിയുമായി വന്നേനെ. അവൾ പോകുന്ന കണ്ട വൈഭവ് ഓർത്തു. തൻ്റെ കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് സേതുവിൻ്റെ ഫോൺ റിങ് ചെയ്തേ. അനിതയുടെ നമ്പർ കണ്ടതും അയാൾ ഫോൺ സ്പീക്കറിലിട്ടു. പറയടി, സേതു പറഞ്ഞു. സേതു, നീ ഇതെവിടെയാ? എത്ര നേരമായി നിന്നെ ഞാൻ വിളിക്കുന്നു. ഞാനിവിടെ മണക്കാട് ഒന്ന് പോയതാടി. അവിടെ റേഞ്ച് ഇല്ലായിരുന്നു. അല്ല, നിന്റെ സൗണ്ട് എന്താ വല്ലാതെ ഇരിക്കുന്നേ? ടെൻഷനോടെയുള്ള അനിതയുടെ സ്വരം കേട്ട സേതു തിരക്കി. എടാ, അത് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇന്നലെ രാത്രി വീടിന് പുറത്ത് ഒരു ബ്ലാക്ക് മഹേന്ദ്ര ഞാൻ കണ്ടെന്നു. അതേ വണ്ടി ഇന്ന് രാവിലെ നവസിന് വെളിയിലും കണ്ടു ഞാൻ. അതൊന്ന് നിന്നോട് പറയാനാ രാവിലെ തൊട്ട് വിളിച്ചേ. നിനക്ക് വട്ടാ പെണ്ണെ. നിന്റെ വീട് റോഡ് സൈഡിലല്ലേടി? അവിടെ കിടന്ന വണ്ടിയാവും അത്. പിന്നെ നവസിന് പുറത്ത് കണ്ടത് അത് ബീച്ചിൽ വന്ന പിള്ളേർ ആരേലും ആവൂടി. അതിനാണോ നീ ഇങ്ങനെ പേടിച്ചേ? സേതു ചിരിയോടെ ചോദിച്ചു. എന്നാലും ഒരേപോലത്തെ വണ്ടിയല്ലേ? അതാ എനിക്ക് സംശയം തോന്നിയേ. നീ വെറുതെ ഓരോന്നങ്ങനെ ഓർക്കണ്ടടി, അത് വേറെ ഏതെങ്കിലും. സേതു പറഞ്ഞുകൊണ്ടിരുന്നതും പെട്ടെന്ന് അയാളുടെ മിഴികൾ ഫ്രണ്ട് മിററിൽ ഉടക്കി. തൻ്റെ കാറിൻ്റെ പിറകിൽ വരുന്ന ഒരു ബ്ലാക്ക് മഹേന്ദ്ര. സേതു, ഹലോ സേതു. സംസാരമിടയ്ക്ക് കട്ടായി പോയെന്നോർത്ത് അനിത അവനെ വിളിക്കാൻ തുടങ്ങി. ആ ഹലോ എടി, ഞാൻ പിന്നെ വിളിക്കാം, നീ വെച്ചോ. അത്രയും പറഞ്ഞ് ആ കോൾ കട്ട് ചെയ്തു സേതു. എന്നിട്ട് കണ്ണാടിയിൽ കൂടി പുറകെ വരുന്ന ആ വണ്ടിയെ രൂക്ഷമായി ഒന്ന് നോക്കി. സേതുവിൻ്റെ കൈ സ്റ്റിയറിംഗിൽ മുറുകി.
ശിവ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ പതിവിലും വിപരീതമായി വാമികയ്ക്കൊപ്പം വിദ്യയും ഉണ്ടായിരുന്നു. അവരെ മൈൻഡ് ചെയ്യാതെ അവൾ നേരെ വാമികയ്ക്ക് അടുത്ത് ചെന്ന് നിന്നു. അവളെ കണ്ടതും വാമി ഒരു കപ്പ് ചായ എടുത്ത് ശിവയ്ക്ക് കൊടുത്തു. സ്ലാബിൽ ചാരി നിന്ന് അവൾ ആ ചായ പതിയെ കുടിക്കാൻ തുടങ്ങി. മിണ്ടാതെ ഒതുങ്ങിപ്പോയ ശിവയെ കാണാൻ പുച്ഛത്തിൽ ചിരിച്ചു വിദ്യ. അവളുടെ ഈ മൗനം നന്നായി ആസ്വദിക്കുന്നുണ്ടായിരുന്നു വിദ്യയും മകൾ അഞ്ജലിയും. മുത്തശ്ശി, മുത്തശ്ശി! പെട്ടെന്ന് ഉച്ചത്തിലുള്ള വൈഭവിന്റെ അലർച്ച കേട്ടതും എല്ലാവരും ഞെട്ടി നോക്കി. എന്താ ഉണ്ണി, എന്തിനാ നീ ഇങ്ങനെ ഒച്ച വയ്ക്കുന്നേ? ഹാളിൽ നിന്ന് മുത്തശ്ശി മുകളിലേക്ക് നോക്കി ചോദിച്ചു. എൻ്റെ തല വെട്ടിപ്പൊളിയുക. ഐ നീഡ് എ കോഫി. സ്റ്റെയർ കേസിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കി അവൻ അരിശത്തിൽ അലറി. എൻ്റെ കുട്ടി, നീ അതിനിങ്ങനെ കാറിപ്പൊളിക്കണ്ട. നിനക്കുള്ള കോഫി ഞാൻ ശിവമോളുടെ കയ്യിൽ കൊടുത്തുവിടാം. നീ മുറിയിലോട്ട് പോ ഉണ്ണി. മുത്തശ്ശി പറഞ്ഞത് കേട്ടതും വൈഭവിൻ്റെ ചുണ്ടിൽ ഒരു വിജയച്ചിരി നിറഞ്ഞു. എന്താ ഏട്ടാ വിളിച്ചേ? അത് സിദ്ധു, വിച്ചുവും ശിവയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അനി ഫോണിൽ കൂടി ചോദിക്കുന്നത് കേട്ട് സിദ്ധു ഒന്ന് കുഴഞ്ഞു. എന്തു പറയും ഏട്ടനോട് എന്നവൻ മനസ്സിൽ ഉഴറി. അതെനിക്കറിയില്ല ഏട്ടാ, എന്താ പറ്റിയത്? ഒന്നും അറിയാത്ത മട്ടിൽ സിദ്ധു തിരക്കി. അല്ലേടാ, 2 ദിവസമായി ശിവ ഇവിടെ ആരോടും ഒരു മിണ്ടാട്ടമോ അടുപ്പമോ കാണിക്കുന്നില്ല, എന്നോട് പോലും. അവളും വൈഭവും തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായതായി നിനക്കറിയാമോ? അതോ ഇനി ശിവ അറിഞ്ഞോ എൻ്റെ കാര്യം? ഞാനാണ് ചൈത്രയുടെ. ചോദിക്കുമ്പോൾ മുഴുവിക്കാനാവാതെ വാക്കുകൾ ഇടറിപ്പോയി അനി. ഫോണിൻ്റെ മറുവശത്ത് നിന്ന സിദ്ധുവിന് മനസ്സിലായി അത്. ചുരുങ്ങിയ ദിവസം കൊണ്ട് വലിയേട്ടന് പ്രിയപ്പെട്ട സഹോദരിയായവളാണ് ശിവ. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെ പറയും ആ ഏട്ടനോട് ആ അനിയത്തി ഇപ്പോൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ഈ ഏട്ടനെയാണെന്ന്? എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല ഏട്ടാ. 2 ദിവസമായിട്ട് ഇവിടെ കമ്പനിയിൽ ഓഡിറ്റിംഗ് ഒക്കെ അല്ലേ. ഞാനും വിച്ചും ഒക്കെ അതിൻ്റെ തിരക്കിലായിരുന്നു. എന്തായാലും ഞാനൊന്ന് സംസാരിക്കാം അവനോട്. ഏട്ടൻ വെറുതെ ടെൻഷൻ ആകേണ്ട. ശിവയ്ക്ക് കുഴപ്പമൊന്നും കാണില്ല. സിദ്ധു പറഞ്ഞത് കേട്ടതും അലസമായി ഒന്ന് മൂളിയിട്ട് ഫോൺ കട്ട് ചെയ്തു അനിരുദ്ധ്. അവൻ്റെ വാക്കുകളിൽ വിശ്വാസമാകാതെ വൈഭവിനോടും ശിവയോടും ഒന്ന് സംസാരിക്കാൻ തന്നെ അനി തീരുമാനിച്ചു. വിയർത്തൊലിച്ചു നിൽക്കുന്ന തൻ്റെ ദേഹത്തേക്ക് ഒരു സ്ലീവ്ലെസ് ഷർട്ട് എടുത്തിട്ട് കൊണ്ട് ബാൽക്കണിയിൽ നടന്നു വൈഭവ്. മുറിയുടെ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടതും അവൻ്റെ ചൊടിയിൽ ഒരു പുഞ്ചിരി നിറഞ്ഞു. ശിവ കോഫി കൊണ്ട് എത്തുമെന്ന് അവൻ പ്രതീക്ഷിച്ചു നിൽപ്പാണ്. അപ്പോൾ കോഫി മഗ്ഗുമായി അകത്തേക്ക് കയറിയവൾ ബാൽക്കണിയിൽ നിൽക്കുന്നവനിലേക്ക് തൻ്റെ കണ്ണുകൾ പായിച്ചു. ദൃഢമായ അവൻ്റെ പുറമേനിൽ പറ്റി നിൽക്കുന്ന വിയർപ്പ് തുള്ളികളിലേക്ക് അവൾ വശ്യമായി നോക്കി. അവൻ്റെ ആ ശരീരത്തിലൂടെ തൻ്റെ കൈവിരലുകളെ ഓടിക്കാനുള്ള ആസക്തി അവളിൽ വല്ലാതെ ഉടലെടുത്തു. എന്നാൽ തന്നിലേക്ക് നടന്നെടുക്കുന്നവളുടെ സാന്നിധ്യം അറിഞ്ഞത് മനസ്സിലാക്കിയ വൈഭവിൻ്റെ പൂച്ച കണ്ണുകൾ ഒന്ന് കുറുകി. അടുത്ത നിമിഷം കയ്യിലിരുന്ന ഫോൺ ദേഷ്യത്തിൽ അവൾക്ക് നേരെ എറിഞ്ഞു. ഞൊടിയിടയുടെ വ്യത്യാസത്തിൽ ആ ഫോൺ അവളെ തൊട്ടില്ലെന്ന പോലെ വീണ് സൈഡിലെ ഭിത്തിയിൽ കൊണ്ട് പൊട്ടി 2 കഷ്ണങ്ങളായി. അയ്യോ! തൻ്റെ തലയിൽ തൊട്ടില്ലെന്ന് പറഞ്ഞു പോയ ആ ഫോൺ കണ്ട് അഞ്ജലി ഉച്ചത്തിലൊന്ന് നിലവിളിച്ചു പോയി. ആരോട് ചോദിച്ചിട്ടാടി നീ മുറിയിൽ കയറിയേ? വലിഞ്ഞു മുറുകിയ മുഖവുമായി അവളോട് അവൻ ചോദിച്ചതും അവളൊന്നും നടുങ്ങി. മുത്തശ്ശി ശിവയോട് കോഫി വൈഭവിന് കൊണ്ടു കൊടുക്കാൻ പറയുന്നത് കേട്ട് അമ്മയാണ് ശിവയ്ക്ക് മുന്നേ 1 കപ്പ് കാപ്പി എടുത്ത് തന്നോട് വേഗം ചെല്ലാൻ പറഞ്ഞു. അത് ഞാൻ വൈഭവേട്ടന് കോഫിയും കൊണ്ട് വന്നയാ. പേടിച്ച് വിറച്ചുകൊണ്ട് അഞ്ജലിയുടെ മറുപടി പറഞ്ഞു തീരും മുന്നേ അടുത്ത നിമിഷം വൈഭവിൻ്റെ വലം കൈ അവളുടെ കവിളിൽ വീണു കഴിഞ്ഞു. അടികൊണ്ട അഞ്ജലിയുടെ മുഖം ഒരു വശത്തേക്ക് ഏങ്ങി പോകുന്നതിനോടൊപ്പം അവൾ പിറകിലെ ഭിത്തിയിലേക്ക് ചെന്നിടിച്ചു പോയി. കയ്യിലെ കോഫി മഗ് നിലത്തേക്ക് വീണു പൊട്ടിച്ചിതറി. ഇറങ്ങിപ്പോടി എൻ്റെ മുന്നിന്ന്! അടികൊണ്ട് നിൽക്കുന്നവളെ നോക്കി വൈഭവ് അലറിയതും വിറച്ചു പോയവൾ ഞൊടിയിടയിൽ ആ മുറിയിൽ നിന്നിറങ്ങി ഓടി. വൈഭവിന് അടിമുടി കലിച്ചു വന്നു. ശിവയെ പ്രതീക്ഷിച്ചു നിന്നപ്പോൾ അഞ്ജലി, അതും ഒരിക്കലും തൻ്റെ മുറിയിൽ കയറാൻ പോലും അനുവാദം കൊടുക്കാത്തവൾ. യു ആർ ഗോയിങ് ടു പേ ഫോർ ദിസ് ശിവാമി. നീ കാണിച്ചതിന് നീ അനുഭവിക്കും. പല്ല് ഞെരിച്ചുകൊണ്ട് അവൻ മുറി വിട്ടിറങ്ങി. ശിവ മനഃപൂർവ്വം അവനെ കലികയറ്റാനായി അഞ്ജലിയെ മുറിയിലേക്ക് പറഞ്ഞു വിട്ടതാണെന്ന് അവൻ ഉറപ്പിച്ചു. താഴെ ഹാളിലെത്തിയതും അവൻ കണ്ടു സോഫയിലിരുന്ന് ഫോണിൽ നോക്കി കോഫി കുടിക്കുന്ന ശിവയെ. ശിവാമി! ഉള്ളിലെ ദേഷ്യം മുഴുവൻ എടുത്ത് ഉച്ചത്തിൽ വൈഭവ് വിളിച്ചതും അവൾ ഞെട്ടിത്തിരിഞ്ഞ് അവനെ നോക്കി. അടുത്ത നിമിഷം അവളെ ഒരു കയ്യിൽ പിടിച്ചെഴുന്നേൽപ്പിച്ച് വലിച്ചുകൊണ്ട് മുകളിലേക്ക് പോയി. ഏയ്, എന്തായി കാണിക്കുന്നേ? കൈവിടെൻ്റെ! അവൻ്റെ പിടുത്തത്തിൽ വേദനിച്ചു പോയ ശിവ അവൻ്റെ കയ്യിൽ കിടന്ന് കുതറി. അപ്പോഴേക്കും പടികൾ കയറി അവൻ മുകളിലെത്തിയിരുന്നു. എൻ്റെ കയ്യിന്ന് വിട്! മുറിയിലെത്തിയതും ശിവ അവൻ്റെ കൈ വിടുവിച്ചു. എന്താടി നിന്റെ ഉദ്ദേശം? ആരോട് ചോദിച്ചിട്ടാ നീ അഞ്ജലിയുടെ കയ്യിൽ എനിക്കുള്ള കോഫി കൊടുത്തു വിട്ടേ? നിന്നോട് കൊണ്ടുവരാനല്ലേ ഞാൻ പറഞ്ഞേ? ഞാൻ പറഞ്ഞിട്ടല്ല അവൾ അത് ചെയ്തേ എന്ന് പറഞ്ഞാൽ താൻ വിശ്വസിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ പിന്നെ എനിക്ക് പറയാൻ മനസ്സില്ലടോ. പിന്നെ നിങ്ങൾക്ക് ചായയും കാപ്പിയും ഇട്ടു തരലല്ല എൻ്റെ ജോലി. ദേഷ്യം ഒട്ടും കുറയ്ക്കാതെ തന്നെ അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ് അവൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും അവളുടെ കൈകളെ കൂട്ടിപ്പിടിച്ച് പിറകിലെ അവളെ ഭിത്തിയിലേക്ക് ചാരി പിടിച്ചു നിർത്തി അവൻ. ഒരു നിമിഷം പകച്ചുപോയി ശിവ. അപ്പോഴേക്കും അവളുടെ മുന്നിലേക്ക് നിന്നിരുന്നു വൈഭവ്.
വേണ്ട വേണ്ടാന്ന് വയ്ക്കുമ്പോൾ വെറുതെ എന്നെ ഒരു ഉണ്ണാക്കനാക്കണ്ട നീ. എനിക്ക് വേണ്ടി എൻ്റെ കാര്യം നോക്കാനാ നിന്നെ ഞാൻ വിലക്കെടുത്തേ. നീ ഒപ്പിട്ട് തന്നത് വീണ്ടും കാണിക്കണ്ടല്ലോ ഞാൻ. അവൾക്ക് മുന്നിൽ തോക്കാൻ ഭാവമില്ലാതെ വൈഭവ് പറഞ്ഞു. ഞാൻ ഒപ്പിട്ട് തന്നത് എന്താണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അത് ഈ മുറിക്ക് പുറത്ത് മാത്രാ. ഇതിനകത്ത് നിങ്ങളും ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പിന്നെ നിങ്ങളുടെ ഏട്ടനൊപ്പം ഒരു കൂരയ്ക്ക് കീഴിൽ നിൽക്കാൻ എനിക്കും യാതൊരു താല്പര്യവുമില്ല. നിങ്ങൾ പതിച്ചു തന്ന ആ ഭാര്യാപട്ടം അഴിച്ചു വയ്ക്കുന്ന ദിവസം എണ്ണി തന്നെയാ ഞാനിവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് ഇമാതിരിയുള്ള കയ്യാങ്കളി എൻ്റെ അടുത്ത് ഇറക്കണ്ട നിങ്ങൾ. മാറ്. വിറയ്ക്കുന്ന മുഖത്തോടെ അവനെ തന്നെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞ് അവനെ തന്നിൽ നിന്നും തള്ളി മാറ്റി ബാത്റൂമിലേക്ക് കയറി വാതിൽ കൊട്ടിയടച്ചു ശിവ. അപ്പോൾ നിറഞ്ഞു തുടങ്ങിയ അവളുടെ കണ്ണുകൾ വാശിയോടെ പുറം കൈയാൽ തുടച്ചു വിട്ടു അവൾ. ഷിറ്റ്. അവളുടെ വാക്കുകളിൽ തീർത്ത അരിശത്തോടെ പറഞ്ഞു തിരിയുമ്പോഴാണ് ആ മുറിയുടെ വാതുക്കൽ നിൽക്കുന്ന അനിയെ വൈഭവ് കാണുന്നത്. ഏട്ടൻ്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ട അവന് മനസ്സിലായി ഇപ്പോൾ ഉണ്ടായ സംസാരം അവൻ കേട്ടെന്ന്. മുറിയിലെ ബെഡിലിരുന്ന് തൻ്റെ ഫോണിലെ ഫോട്ടോസ് നോക്കുകയായിരുന്നു കാർത്തി. കഴിഞ്ഞ ദിവസങ്ങളിൽ പലപ്പോഴായി ശിവ അറിയാതെ എടുത്ത അവളുടെ ഫോട്ടോസ് ആയിരുന്നു അതൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചതൊക്കെ ശരിയായിരുന്നു അല്ലേ മോളെ ശിവാമി? ഒരു വഷള ചിരിയോടെ അവനൊരു ഫോട്ടോ നോക്കി ചോദിച്ചു. 2 ദിവസമായി ശിവയെയും വൈഭവിനെയും വീക്ഷിക്കുമായിരുന്നു കാർത്തി. അവർ തമ്മിലുള്ള അകൽച്ച കണ്ട് അവർക്കിടയിൽ എന്തോ സ്വരച്ചേർച്ച ഉണ്ടെന്ന് അവന് ഉറപ്പിച്ചിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് കുറച്ചു മുന്നേ താഴെ ഹാളിലിരുന്ന് ശിവയെ പിടിച്ചു മുകളിലേക്ക് കൊണ്ടുപോകുന്ന വൈഭവിനെ അവൻ കണ്ടത്. അതോടെ അവൻ ഉറപ്പിച്ചു വൈഭവിന് ശിവയോട് അത്ര താല്പര്യമില്ലെന്ന്. എൻ്റെ മുഖത്തടിച്ചിട്ട് അന്ന് നീ പോയപ്പോൾ ഒരുപാട് നിരാശ തോന്നിയിരുന്നു. പിന്നെ അനിയൻ്റെ ഭാര്യയായി ഇവിടെ വെച്ച് നിന്നെ കണ്ടപ്പോൾ ഒന്ന് തകർന്നു പോയി ഞാൻ ആശിച്ച നിന്റെ ശരീരം അവന് സ്വന്തമായത് എന്നറിഞ്ഞപ്പോൾ സഹിച്ചില്ലടി. പക്ഷേ ഇപ്പോൾ എനിക്ക് ബോധ്യമായി അവന് നിന്നെ വേണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ നിന്നെ എനിക്ക് കിട്ടാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല ശിവാമി. 3 കൊല്ലത്തെ കട ഒന്നിച്ച് വീട്ടും ഞാൻ. ശിവയുടെ ഫോട്ടോ സൂം ചെയ്ത് അവളുടെ ഇടുപ്പിൽ കൂടി വിരലോടിച്ചുകൊണ്ട് വശ്യമായ ചിരിയോടെ കാർത്തി പറഞ്ഞു. കടൽക്കാറ്റ് അടിച്ചു കയറുന്ന ആ സന്ധ്യാസമയത്ത് നവസിന്റെ മുറ്റത്ത് നിൽക്കുകയായിരുന്നു അനിത. പെട്ടെന്ന് സേതുവിന്റെ കാർ ദൂരെ നിന്നും വരുന്നത് കണ്ടതും അവളുടെ കണ്ണുകൾ ആശ്വാസത്തോടെ വിടർന്നു. കാർ മുറ്റത്തേക്ക് കൊണ്ട് നിർത്തിയതും അനിത അങ്ങോട്ടേക്ക് ചെന്നു. ഇതെന്തൊരു പോക്കാ സേതു, ഒരാളെ കാണാനെന്നും പറഞ്ഞ് വെളുപ്പിനെ പോയിട്ട് ഇപ്പോഴാണോ വരുന്നേ? സേതു കാറിൽ നിന്ന് ഇറങ്ങിയതും ഉള്ളിലെ അരിശ മുഴുവൻ എടുത്ത് അനിത ചോദിച്ചു. ഞാൻ ഇങ്ങ് വന്നില്ലേടി. പോയ കാര്യം വിചാരിച്ചതിനേക്കാൾ കുറച്ചു വൈകി, അതാ താമസിച്ചേ. എന്നാലും അനിതയിൽ പരിഭവം നിറഞ്ഞു. ഒരെന്നാലുമില്ല, നീ ബാഗ് ഒന്ന് പിടിച്ചേ, ഞാൻ പോയി ഗേറ്റ് അടച്ചിട്ട് വരാം. അനിതയുടെ കയ്യിലേക്ക് തൻ്റെ ബാഗ് നീട്ടി സേതു പറഞ്ഞതും അനിത ആ ബാഗ് വാങ്ങാൻ കൈ നീട്ടി. അപ്പോൾ അയ്യോ ഇതെന്താ കയ്യിലൊരു മുറിവ്? സേതുവിൻ്റെ കൈപ്പുറത്തെ മുറിവ് കണ്ട് അനിത ഒച്ച വെച്ചു. ഏയ് ഇതൊന്നുമില്ലടി. അത് പിന്നെ വരുന്ന വഴി ടയർ ഒന്ന് പഞ്ചറായി. അത് പിന്നെ മാറ്റിയിട്ടപ്പോൾ ജാക്കി ഒന്ന് തെന്നി കൈ മുറിഞ്ഞു, അത്രയേ ഉള്ളൂ. നീ ഇങ്ങനെ കിടന്ന് ഒച്ച വെച്ച് പിള്ളേരെ അറിയിക്കേണ്ട. കുറച്ചു പതർച്ചയോടെ അനിതയോട് പറഞ്ഞുകൊണ്ട് സേതു വേഗം അകത്തേക്ക് കയറി. ആവലാതി മാറാതെ അയാൾക്ക് പിറകെ അനിതയും. അവർ രണ്ടുപേരും അകത്തേക്ക് കയറിയതും ജാനുമ്മ ഹാളിലിരുന്ന് TV കാണുകയായിരുന്നു. സേതു നീ വന്നോ? ദേ നിങ്ങളെ ന്യൂസ് കണ്ടോ? ഇവിടെ അടുത്ത് ആ മൊട്ടക്കുന്നിലെ നമ്മുടെ ആ കടൽ തീരത്തിന്റെ വടക്കേ സൈഡില്ലേ, അവിടെ വെച്ച് വണ്ടികൾ തമ്മിൽ കൂട്ടിയിടിച്ച് ഒരു ജീപ്പ് പാറക്കെട്ടിലേക്ക് വീണു മറിഞ്ഞെന്ന്. 2 പേര് മരിച്ചു അത്രേ. നോക്ക്, ഇപ്പോൾ ഉണ്ടായതാ. TV-യിൽ വരുന്ന ലൈവ് ന്യൂസ് ചൂണ്ടിക്കാണിച്ച് ജാനുമ്മ പറഞ്ഞതും അനിതയും സേതുവിൻ്റെയും നോട്ടം അങ്ങോട്ടേക്ക് പോയി. നവസിനടുത്തായി നടന്ന ഒരു അപകടത്തിന്റെ ലോക്കൽ ചാനലിൽ വന്ന ന്യൂസായിരുന്നു. കടൽക്കരയിലെ പാറക്കെട്ടുകളിലേക്ക് മറിഞ്ഞു കിടക്കുന്ന ഒരു ബ്ലാക്ക് കളർ ബൊലേറോ വാൻ സ്ക്രീനിൽ തെളിഞ്ഞതും അനിത ഞെട്ടി. ഈ വണ്ടി ഇതല്ലേ ഇന്നലെയും ഇന്നും ഒക്കെയായി വീടിനടുത്ത് താൻ കണ്ടേ? അനിത തൻ്റെ അടുത്ത് നിൽക്കുന്ന സേതുവിനെ നോക്കി. ന്യൂസിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണെന്ന് അയാൾ. വലത് കൈ മുഷ്ടി ചുരുട്ടി പിടിച്ചിട്ടുണ്ട്. ഉള്ളിലെ ദേഷ്യമാണ് ആ കാണുന്നേ. സേതു. ഞെട്ടലോടെ പതിയെ അനിത വിളിച്ചതും അവളെ ഒന്ന് ഗൗരവത്തിൽ നോക്കിയിട്ട് വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് നടന്നു സേതു. സേതു. അവന് പിറകെ ചെന്ന് അയാളുടെ കൈ പിടിച്ചു നിർത്തി. ആ വണ്ടി അത് ആക്സിഡന്റ് അല്ലല്ലോ, നീയല്ലേ അത് ചെയ്തേ? അങ്ങനെ പറ്റിയതല്ലേ നിന്റെ കയ്യിലെ ഈ മുറിവ്? അനിത ചോദിച്ചതിന് ഒരു നിമിഷം സേതു മൗനമായി. പിന്നെ എന്നൊന്നും മൂളി. അപ്പോ എൻ്റെ സംശയം ശരിയായിരുന്നു അല്ലേ? നമുക്ക് പിറകെ ആരോ ഉണ്ട്. ആരാ അത്? എന്തിനാ അവര്? അനിത ടെൻഷനോടെ സേതുവിൻ്റെ കയ്യിൽ പിടിച്ചു ചോദിച്ചു. അവർ ആരാണെന്ന് അറിയില്ല. മാണിക്യമംഗലത്തേക്ക് പോയി തിരികെ വന്നപ്പോഴേ ഇതുപോലെ ഒരു അറ്റാക്ക് ഞാൻ പ്രതീക്ഷിച്ചതാ. ആ വണ്ടിയിൽ വന്നവന്മാരെ വിട്ടതും അവിടെയുള്ളവർ തന്നെയാ, ഉറപ്പ്. പിന്നെ അവർക്ക് വേണ്ടത് എന്നെ നിന്നെ മാത്രമല്ല, എൻ്റെ മോളെ കൂടിയാ. അത് ഞാൻ സമ്മതിക്കില്ലടി. എൻ്റെ കുഞ്ഞിനെ തൊടാൻ നോക്കിയ അന്നത്തെ പോലെ ഇത്തവണ വിട്ടുകളയില്ല സേതു. പച്ചയ്ക്ക് കത്തിക്കും ഞാൻ. കണ്ണുകളിൽ വല്ലാത്തൊരു തീ നിറച്ചു പകയോടെ പറയുന്നവനെ കണ്ട അനിതയ്ക്ക് പേടിയായി. അവൾ അപ്പോൾ മുന്നിൽ കണ്ടത് 22 കൊല്ലം മുന്നേയുള്ള സേതുമാധവനെയായിരുന്നു.
ബീച്ചിൽ പോവാന്ന് പറഞ്ഞിട്ട് ഇതെങ്ങോട്ടാ മോളെ നമ്മളീ പോണേ? തെറ്റായ വഴിയിലൂടെ കാർ പോകുന്നത് കണ്ടതും ശിവ അടുത്തിരിക്കുന്ന അപ്പുവിനോട് ചോദിച്ചു. അവള് ചോദിക്കുന്നത് കേട്ട് അപ്പുവിന് ടെൻഷനായി. അപ്പുവുമായി വന്ന അകൽച്ച മാറ്റാൻ വേണ്ടി വാമിക പറഞ്ഞിട്ട് അവളെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് ശിവ. അവരുടെ കാർ വൈഭവിന്റെ ഗസ്റ്റ് ഹൗസിന് മുന്നിലെത്തിയതും ശിവയും അപ്പുവും പുറത്തേക്ക് ഇറങ്ങി. ഇത് ആരുടെ വീടാ? നമ്മൾ ഇവിടെന്താ മോളെ വന്നേ? അപ്പുവിനോട് സംശയത്തോടെ ശിവ ചോദിച്ചു. ഏട്ടത്തി എന്നോട് ക്ഷമിക്കണം, വല്യേട്ടൻ പറഞ്ഞത് കൊണ്ടാ ഞാൻ. അപ്പു അവളെ നോക്കി പതിയെ പറഞ്ഞതും വല്യേട്ടൻ എന്തു പറഞ്ഞൂന്ന് ശിവയുടെ മുഖം ഒന്ന് കൂർത്തു. അത് ഞാൻ പറയാം മോളെ, ഞാൻ പറഞ്ഞിട്ടാ അപ്പു നിന്നെ ഇവിടെ എത്തിച്ചേ. അവർക്ക് പിറകിൽ നിന്ന് അനിയുടെ ശബ്ദം കേട്ട് ഇരുവരും തിരിഞ്ഞു നോക്കി. ആ വലിയ വീടിന് മുറ്റത്ത് നിൽക്കുന്ന അനിയെയും അവന് പിറകിലായി അകത്തു നിന്നും വരുന്ന വൈഭവിനെയും സിദ്ധുവിനെയും കണ്ടതും ശിവയുടെ മുഖം വലിഞ്ഞു മുറുകി. അവൾ തന്റെ അടുത്ത് നിന്ന് അപ്പുവിനെ ദേഷ്യത്തോടെ നോക്കിയതും അപ്പുവിന്റെ മുഖം താണു. ശിവ ദേഷ്യത്തോടെ തിരികെ പോകാൻ തുടങ്ങിയതും എനിക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള ദയവ് നീ കാണിക്കണം മോളെ. ഇടർന്ന ശബ്ദത്തോടെ അവന്റെ പറച്ചിൽ ശിവയുടെ നെഞ്ചിലൊന്ന് കൊണ്ടു. സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ കണ്ടയാളാണ് ഒരേട്ടന്റെ സ്ഥാനത്ത് നിന്ന് തന്നെ സ്നേഹിച്ച മനുഷ്യൻ. ശിവയിൽ ഒരു വിങ്ങൽ നിറഞ്ഞു. അപ്പു മോള് വീട്ടിലേക്ക് പൊയ്ക്കോ, വൈഭവ് മുന്നോട്ട് വന്ന് അപ്പുവിനോട് പറഞ്ഞതും ശിവയെ ഒന്ന് നോക്കിയിട്ട് അപ്പു വന്ന് ആ കാറിൽ കയറിപ്പോയി. എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ പെട്ടെന്ന് വേണം, ശിവ കടുപ്പത്തിൽ പറഞ്ഞതും അനിയിൽ വേദന നിറഞ്ഞൊരു ചിരി വിരിഞ്ഞു. എനിക്ക് പറയാനുള്ളത് എന്നെ പറ്റിയല്ല മോളെ, എൻ്റെ പെണ്ണിനെ പറ്റിയാ. എന്നെ പ്രാണനെ പോലെ സ്നേഹിച്ച ഒരുവളെ പറ്റി. കണ്ണിൽ ഈറൻ നനവ് കൂട്ടുപിടിച്ച് അവൻ പറഞ്ഞു തുടങ്ങിയതും ശിവയുടെ കണ്ണുകളും അവനിൽ തന്നെ തങ്ങി.